നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. കാരണം 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുണ്ട്. 5ാം ഭാവാധിപതി നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു 5ാം ഭാവത്തിൽ തന്നെ. അത് കാരണം കൊണ്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. 7ാം ഭാവാധിപതി 5ാം ഭാവത്തിൽ സൂര്യനോട് ചേർന്ന് യോഗകാരകത്വം വഹിച്ച് നിൽക്കുന്ന കാരണം പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള സമയമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുക, എന്ത് കാര്യങ്ങൾ കണ്ടാലും പെട്ടെന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത്. പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു വിപരീത സ്വഭാവമാണ്. സന്തോഷിച്ചിരിക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കും, ഇടയ്ക്ക് തലവേദന ഉണ്ടാക്കും. അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നമ്മൾക്ക് സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുള്ള തടസ്സങ്ങൾ നമ്മളുടെ നിത്യനിദാനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം ലഗ്നാൽ കർമാധിപതി സഹായ സ്ഥാനാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ചൊവ്വ ഘടകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്നാണ് ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ രാഹുകേതുക്കളുടെ ബന്ധനത്തിൽ നിൽക്കുന്നത് കാരണം എന്തിനിറങ്ങിയാലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ്, 7ര ശനിയാണ്, ശനിദോഷമുണ്ട്. അപ്പോൾ അത് കാരണം സാമ്പത്തിക ഞെരുക്കം പോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാതെ ഇരിക്കുന്നതും ഓവർ സംസാരിച്ച് ശത്രുത ഉണ്ടാക്കുന്നത് പോലെ തന്നെ ദോഷമാണ്. അപ്പോൾ ആ രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗവും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള ഒരു പ്രശ്നവും അനുഭവിക്കാനും ചതയ നക്ഷത്രക്കാർക്ക് സാധ്യതയുള്ളത് കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം, നെയ്വിളക്ക്, നാരങ്ങാമാല പോലെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ബ്ലോക്ക് മാറ്റുന്നതിന് അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത്. എന്നാൽ ജോലിയിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. എന്ത് കാര്യങ്ങൾ കണ്ടാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് സംസാരിക്കാനും ഒക്കെ കഴിയും. ചെയ്യുന്ന തൊഴിൽ നിപുണത ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ്. ഇപ്പോൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏത് രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ദൈവാധീനമുള്ളത് കാരണം വലിയ ബ്ലോക്കുകൾ ഉണ്ടാകാതിരിക്കുകയും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസം കാണുന്നത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ 7 ശനിദോഷത്തിനുള്ള പരിഹാരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയും ക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ സമയത്ത് അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. പക്ഷേ ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനും പുതിയ പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇന്ന രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറിയ നല്ല രീതിയിലുള്ള ഗുണം ഈ മാസത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.